സാധനം ഇട്ടിട്ട് ഞാൻ ബസ് എടുത്ത് അബൂജയിലോട്ട് പോകുന്നു. അപ്പോൾ അതിന് വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ ദാണ്ടെ കരീബിയൻ റൈസും പിന്നെ ഇവരുടെ എന്തോ ഒരു സ്റ്റിർ റൈസ് എന്നും പറഞ്ഞു ഞാൻ അത് ഓർഡർ ചെയ്തു. പിന്നെ പുള്ളിക്കാരിക്ക് ഓർഡർ ചെയ്ത് കൊടുത്തു. നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പെട്ടോ. കൊള്ളാമെന്തോ അറിയില്ല കേട്ടോ, കണ്ടിട്ട് എന്തോ പോലെ. ഇവിടുത്തെ ഒരു കടയാണ് കേട്ടോ, അതായത് ഇവരുടെ KFC ഒക്കെ പോലുള്ളൊരു കടയാണ്. എന്താ ചിക്കൻ എന്തോ കടയാണ് കേട്ടോ. ഇവരുടെ ഒരു ഫാസ്റ്റ് ഫുഡിന്റെ ഒരു ചെയിനാണിത്. അബൂജയിലോട്ടുള്ള ഒരു 15, 16, 17 മണിക്കൂറുള്ള ബസ് ജേണിക്ക് വേണ്ടി പോവാണ്. ഞാൻ ബസ് ടിക്കറ്റ് ഒക്കെ എടുത്തു. ചിക്കാസോ എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോർട്ടിൽ കയറി അങ്ങനെ നമ്മുടെ ബസ്സിൻ്റെ ഉള്ളിലോട്ട് കയറി. നല്ല ശീതീകരിച്ചിട്ടുള്ള നല്ലൊരു ബസ് കേട്ടോ. പുറത്ത് കാണാൻ കൊള്ളില്ലെങ്കിലും അകത്ത് നല്ല രസമുണ്ട്. ശീതീകരിച്ച എൻ്റെ സീറ്റ് 2ാമത്തെ സീറ്റാണ്. ഡ്രൈവറിനെ കാണാനൊന്നും പറ്റൂല. ഞാൻ ബസ്സിൻ്റെ ഫ്രണ്ട് ഇതിലേക്കൂടെ കാണാമെന്ന് പറഞ്ഞാൽ ഈ ബുക്ക് ചെയ്തത്. പക്ഷേ ഈ സീറ്റ് ഇരിക്കേണ്ടായിരുന്നു. അവിടെ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഫുൾ വ്യൂ കിട്ടിയേനെ. എന്തായാലും ഞാനിവിടെ ഇരിക്കാൻ പോകുന്നു. വണ്ടിയിൽ പ്രാർത്ഥിക്കാനൊക്കെ ആളെത്തി കേട്ടോ. പ്രാർത്ഥന നടത്താൻ വേണ്ടി ആളുകൾ വന്നിരിക്കുകയാണ്. Respect go dey. If you na beat that you go call man piro. If you na boy you go call man polo. My love, my heart, my word. ഞാൻ ബസ്സിൽ ഇന്നലെ രാത്രി തൊട്ട് ഇങ്ങനെയാണ് കേട്ടോ കിടന്നത്. ബാഗ് ഇവിടെ വെച്ചു, ചരിച്ചു വെച്ചു, എന്നിട്ട് 2 സീറ്റിൽ ഇങ്ങനെ കിടന്നു. ഞാൻ ആക്ച്വലി പുള്ളിക്കാരൻ ഇവിടെയാണ് ഇരുന്നത്. പുള്ളിക്കാരൻ്റെ പുറത്തൂടെ ഞാൻ കിടന്നപ്പോൾ പുള്ളിക്കാരൻ മതിയായി. പുള്ളിക്കാരൻ അപ്പുറത്ത് ചാടിപ്പോയി കേട്ടോ. നമ്മളിവിടെ ബസ് നിർത്തി എല്ലാവരും മൂത്രമൊഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഫുള്ള് മരിച്ചിരിവളയും സംഭവങ്ങളൊക്കെയാണ്. ഫുള്ള് മരിച്ചിരി കൃഷിയാണ് ഇവിടെ. കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈവേ ആണ്, ലാഗോസിലോട്ട് പോകുന്ന ഹൈവേ. ഞാനങ്ങനെ അബൂജയിലോട്ട് എത്തിയിട്ടുണ്ട്, നമ്മുടെ നൈജീരിയയുടെ ക്യാപിറ്റൽ. കണ്ടിട്ട് വന്നത് എൻ്റെ കോളേജ് സുഹൃത്തിനെ കാണാൻ വേണ്ടിയാണ്. അപ്പൊ കോളേജ് സുഹൃത്ത് എനിക്ക് വേണ്ടി ഒരു BMW ഒക്കെ അയച്ചിട്ടുണ്ട്. ആണോ? അങ്ങനെ 15 മണിക്കൂർ വെറുതെ ബസ്സിലിരുന്നു. ഞാൻ എൻ്റെ ഗുജറാത്തിലെ ഫ്രണ്ടാണ് കേട്ടോ. ഞാനിവിടെ ആയിരുന്നു എൻ്റെ ഈദ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാന്. ഇവരുടെ കൂടെ ഒരു 5-6 ദിവസം നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനു മുമ്പ് ഞാൻ പ്ലാൻ മാറ്റി ഞാൻ ഉംറ ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഈദ് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല നൈജീരിയയിൽ. അപ്പം ഇവിടെ വന്നിട്ട് അവളുടെ വീട്ടിൽ വന്നില്ലെങ്കിൽ അത് മോശമാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ കാണണം. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നതാണ്. ഫുള്ള് പൊടിയും പുകയൊക്കെ ആണല്ലോ. നമ്മളങ്ങനെ അബൂജയിലോട്ട് നമ്മൾ കയറുവാണ്. അബൂജയുടെ പുറത്താണ് നമ്മളെ കൊണ്ടാക്കിയത്. നല്ല ട്രാഫിക് ഉണ്ടല്ലോ, ഫുള്ള് ട്രാഫിക് ആണല്ലോ. പക്ഷെ ലാഗോസ് വെച്ചിട്ട് അബൂജ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആണ്. അസ്ലം, ഹൗ ആർ യു മാൻ? അസ്ലം ആക്ച്വലി ഗുജറാത്തിൽ വന്ന് പഠിച്ചായിരുന്നു കേട്ടോ. ഞാൻ അസ്ലമിന് ഓർമ്മയില്ലായിരുന്നു. അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് എന്നെ ഓർമ്മയില്ലേടാ. എനിക്ക് അവനെ ഓർമ്മ പോലും ഇല്ല കേട്ടോ. നമ്മൾ സംസാരിച്ചിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. യു ആർ തവാസ് കസിൻ brother, ഡയറക്റ്റ് ബ്രദർ? ഓ ഓക്കെ. ഓ, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ഡയറക്റ്റ് ബ്രദറാണ്. പക്ഷെ ഞാൻ പഠിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ കോളേജ് വിട്ടപ്പോഴാണ് ഇവൻ വന്നത്. അപ്പോൾ ഇവന് പക്ഷേ എന്നെ അറിയാം, എനിക്കങ്ങനെ ഇവനെ അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ അബൂജ സിറ്റി ഗേറ്റിലോട്ട് നമ്മൾ പോവുകയാണ്. അബൂജ സിറ്റി ഗേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സിറ്റിയിൽ നിന്ന് പുറത്ത് വരുന്നവർക്ക് ഒരു എൻട്രൻസ് ആയിട്ടുള്ള, അതായത് വരവേൽക്കുന്ന ഒരു ഗേറ്റാണ്. കാണുന്നതാണ് നമ്മുടെ അബൂജയിലോട്ട് കയറി വരുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഒരു മോണുമെന്റ്. യു ആർ വെൽക്കം എന്നും പറഞ്ഞ് നൈജീരിയയുടെ ഒരു ഫ്ലാഗും നൈജീരിയയുടെ ഒരു മാപ്പിന്റെ ഇതിലുള്ള ഫ്ലാഗൊക്കെയാണ്. ഫുള്ള് ട്രാഫിക്കാണ് കേട്ടോ സിറ്റിയിലോട്ട് പോകാനായിട്ട്. അബൂജയിലെ ഒരു നാഷണൽ സ്റ്റേഡിയമാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ കൊച്ചി കല്ലൂർ സ്റ്റേഡിയം ഒക്കെ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫുള്ള് പാറയാണ് കേട്ടോ. വരുന്ന വഴി കുറേ ഇതുപോലുള്ള മൗണ്ടൻസ് എനിക്ക് കാണാനായിട്ട് പറ്റി. ഫുള്ള് മലകളുടെ ഇടയിൽ കിടക്കുന്ന ഒരു ചെറിയൊരു പട്ടണമാണ്. ഉള്ളയിടത്തും എല്ലാവരും ഇങ്ങനത്തുള്ള വില്ലകളിലാണ് കേട്ടോ താമസിക്കുന്നത്. ഇങ്ങനെ ഫെൻസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെയാണ് മിക്ക ആൾക്കാർ താമസിക്കുന്നത്. നമ്മളിവിടെയാണ് എവിടെയാണ് താമസിക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വീടുകൾ വെക്കാം. അങ്ങനെയാണ്. അത്യാവശ്യം നല്ല നല്ല വലിയ വീടുകളൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല പണമൊക്കെ ഉള്ള ആൾക്കാരുടെ വീടൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. കൊള്ളാലോ, ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ. വലിയ വീട്, ഒരു അറേബ്യൻ വീടൊക്കെ പോലെ ആ ഒരു സ്റ്റൈല്. How are you? I'm fine. Hello. Nice. How are you? I'm fine. After a long time. Thank you so much for hosting me. ഇതാണ് കേട്ടോ തവ, എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ്. And this is Nigerian Air Force. No. This is
is not Air Force. This is NYSC. Nigeria Youth Corpus. Nigerian Youth Corpus Service. After Nigerian what? Youth Youth. You're done with school. You must serve for 1 the year. country. Oh, it's a mandatory service. You have to be in the army or air force, anything. You must serve once Anywhere. Okay. You can be posted anywhere. ഇവർക്ക് ഒരു വർഷത്തെ ഇങ്ങനെ ആർമിയിലോ മിലിറ്ററിയിലോ ബേസിലോ എന്തെങ്കിലും പരിപാടി. ലുക്സ് കൂൾ. വാട്ട്സ് യുവർ നെയിം? My name is Amara Precious. Amara Precious. Right to meet you. Nice to meet you. Okay, thank you. ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ സ്റ്റേ ചെയ്യുന്ന റൂം. എനിക്കൊന്നും ഇവിടെ ആരും ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ആരും ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിൻ്റെ അകത്ത് കുറേ റൂമുകളുണ്ട്. കറക്റ്റ് ഒരു മിഡിൽ ഈസ്റ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. ഫുള്ള് ചൂട് കേട്ടോ, പുറത്ത് നല്ല ചൂട്. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിരിക്കും. ഹൗ യു? I'm fine. Thank you so much for inviting me here. What's your name? My name is Husseina. Ah? Husseina. Hussein. Yusuf. Husseina. Yes. Nice to meet you. Thank you so much. Exactly. ഇതാണ് കേട്ടോ നമ്മുടെ തവാട അമ്മയാണ് ഈ കാണുന്നത്. യെസ്. ഒരു ഡ്രസ്സ് കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഇവരുടെ പ്രാദേശികമായ വിച്ച് ട്രൈബ് യു ബിലോങ്സ് ടു? Igala. We are Igala. Igala. Yes. That's not the main three tribe, right? No. Igbo, Hausa, and Yoruba. Igbo, Hausa and Yoruba, yeah. My friend here is Igbo. ഇബോ. ഇത് ഇബോക്കാരിയാണ്. ഇബോയും ഹൗസായും യൂറോബയാണ് മെയിൻ ആയിട്ടുള്ള ഇത്. ഇതിൻ്റെ അകത്ത് പുറത്തിറങ്ങുമ്പോൾ തന്നെ ചൂട് കണ്ടില്ലേ. വെയിലെന്ന് പറഞ്ഞാൽ കട്ട വെയിലാണ്. ഇവിടെ കാണുന്നതാണ് കേട്ടോ അവരുടെ വീട്. ഇവിടുത്തെ നാഷണൽ അസംബ്ലിയിലോട്ട് പോവാണ്. ഇവരുടെ അമ്മയും സഹോദരനും ഇവിടെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്, ഇവിടുത്തെ നാഷണൽ അസംബ്ലിയിൽ. ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ നാഷണൽ അസംബ്ലി. ഒരു പള്ളിയുടെ മിനാരമൊക്കെ പോലെ തോന്നുന്നുണ്ട്. കണ്ടില്ലേ, പള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു പള്ളിന്ന്, പക്ഷെ നാഷണൽ അസംബ്ലി ആണ്. പുറകില് ഒരു പാറയാണ് കേട്ടോ, പാറ, വലിയൊരു പാറ. ഒരു വലിയ പുള്ളിയാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും കൈ കാണിക്കുന്നുണ്ട്, എല്ലായിടത്തും കയറ്റി വിടുന്നുണ്ട്. നമ്മളങ്ങനെ നാഷണൽ അസംബ്ലിയിലോട്ട് പോവാണ് 2 പട്ടാളക്കാരുമായിട്ട്. Did you understand what did I say? It's better not to understand. ഇവിടുത്തെ പാർക്കിംഗ് കണ്ടില്ലേ, എൻ്റെ അമ്മോ, നാഷണൽ അസംബ്ലിയുടെ വണ്ടി പാർക്കിങ്ങിന്റെ ഇത്. നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. 100 കണക്കിന് സുരക്ഷാ സേന കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളിൽ കയറിയത്. ഇവരുടെ അകത്ത് തന്നെ നമ്മുടെ സെനറ്റ് ഹാളാണ് കേട്ടോ. സെനറ്റുകാരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ. സെനറ്റുകാർ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു VIP ഏരിയയാണ്. നൈജീരിയക്കാരനല്ലാത്തതുകൊണ്ട് കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യേണ്ടി വന്നു. പിന്നെ കുറച്ച് സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ചിക്കനും സലാഡും റൈസും, അവിടെ മീനും സലാഡും റൈസും ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സെനറ്റ് ഹാളാണ്. പിന്നെ തൊട്ടപ്പുറത്ത് വൈറ്റ് ഹൗസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. കണ്ടില്ലേ, ഡിസ്റ്റിങ്ക്വിഷ്ഡ് സെനറ്റേഴ്സ് ആൻഡ് ഹോണറബിൾ മെമ്പേഴ്സ്, അതിന് മാത്രമുള്ള വണ്ടിയിലാണ് നമ്മൾ കയറുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, വലിയ സംഭവമാണ്. അവളെപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോഗ്രാഫ്, കണ്ടന്റ് ക്രിയേറ്റർ. ഭയങ്കര വലുതാണ്. വലിയ ആൾക്കാരും തോക്കൊക്കെ പിടിച്ച് വലിയ മന്ത്രിമാരൊക്കെ പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെ വന്ന് പുള്ളിക്കാരിയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അവര് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പള്ളി പോലെ ഇരിക്കുന്ന നമ്മുടെ മന്ദിരത്തിന്റെ ഭാഗം. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ലൈബ്രറി. ഇവിടുത്തെ നാഷണൽ അസംബ്ലിയുടെ ഒരു ലൈബ്രറിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ നാഷണൽ അസംബ്ലി ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ. നല്ല വെയിൽ. നമ്മുടെ ലൈബ്രറിയിൽ ഇവരുടെ ഭരിക്കുന്ന ആളുകളുടെയൊക്കെ മാപ്പാണ് കേട്ടോ. പണ്ട് മുതലേ ഉള്ള ഇത് നൈജീരിയൻ വാർ. ആ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ലൈബ്രറി. ഇവിടെയൊക്കെ എന്തൊക്കെയാ ന്യൂസ് പേപ്പറും എന്തൊക്കെയുണ്ടോ. ദ നേഷൻ, സൺ, സംബഡി ചേഞ്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആളുടെ പട്ടാള യൂണിഫോം ഒക്കെ. ട്രിബ്യൂൺ ന്യൂസ് പേപ്പർ എന്തൊക്കെയുണ്ട് കേട്ടോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറേ പുസ്തകങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ പല ഭാഗങ്ങളിലും കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടില്ലേ, ഇത് പഴയ പണ്ടത്തെ ഓരോ ന്യൂസ് പേപ്പറുകളാണ്. പഴയ കണ്ടില്ലേ, പഴയ എല്ലാ പേപ്പറുകളും. 2014 ന്യൂസ് പേപ്പർ. അങ്ങനെ അവരുടെ അതിൻ്റെ കുറേ പേപ്പറുകൾ കണ്ടോ. ഇതുള്ളാലോ,
ഇതുപോലെ പല ന്യൂസ് പേപ്പർ, സൺ ന്യൂസ് പേപ്പർ, നാഷണൽ മിറർ ന്യൂസ് പേപ്പർ, ബിസിനസ് ഡേ, അങ്ങനെ അത് ഫുള്ള് ന്യൂസ് പേപ്പറിൻ്റെ ഓരോ വർഷത്തെ കറക്റ്റ് പേപ്പറുകളാണ്. നമ്മുടെ അബൂജയുടെ നാഷണൽ മോസ്ക് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പള്ളി. നമ്മൾ വീട്ടിൽ വന്ന് ഇഫ്താറിൻ്റെ സമയമായി, വൈകുന്നേരമായി. ഇവിടെ ഒരു വാഴയും എന്തൊക്കെയോ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ. ഹലോ, ഹൗ ആർ യു? സേ സംതിങ്. ഓൺലി ഫൈൻ. അവളുടെ അനിയത്തിയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഭക്ഷണം ഉണ്ടാക്കുവാണ്. ഇവിടെ ഇഫ്താറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇവിടെ. വാട്ട് ആർ യു മേക്കിംഗ്? ഫ്രൂട്ട് സലാഡ് ഫോർ ഇഫ്താർ. ഇവിടെ നല്ല ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ബ്രോ, can you show me your dress? Can you show me? Oh, it's so nice. ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്. ഇവിടെ ഒരാൾ പാവപ്പെട്ട അരിയുന്നു, അവിടെ നിന്ന് ഒരാൾ കഴിക്കുന്നു. താങ്ക് യു. ഞാനിവിടെ ഫ്രൂട്ട് സലാഡ് കഴിക്കുകയാണ് കേട്ടോ. ഇതിൽ വെള്ളം ഒന്നുമില്ല, വെറുതെ കട്ടി അതിലെന്തോ ക്രീം ഒഴിച്ചിട്ടുള്ള ഫ്രൂട്ട് സലാഡ്. ഒന്നിൽ നമുക്കൊരു 3 മാർക്ക് കൊടുക്കാം. യെസ്, ഓക്കെ. ഇവിടെ ഇവരുടെ ഭക്ഷണം കഴിക്കുകയാണ്. റൈസാണ് കേട്ടോ. റൈസും കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുള്ളതാ. ഇതാണ് കേട്ടോ ഇവിടെ. വാട്ട്സ് ദ ഫുഡ് നെയിം? Me? Not... How to Yusuf? Huh? What is the name of this food? Oh, this is jollof rice. Jollof rice. Yeah. ഇവരുടെ ജോലാഫ് റൈസ് ആണ് കേട്ടോ. ഇൻ ജോലാഫ് റൈസ് യു പുട്ട് മീറ്റ്, റൈറ്റ്? No, we didn't put meat in it. ഓക്കെ. ജോലാഫ് റൈസ് ആക്ച്വലി നൈജീരിയക്കാരുടെ ഒരു ഭക്ഷണമാണ്, പക്ഷെ അതേസമയം ഗാനക്കാരുടെ ഭക്ഷണമെന്നും അവർ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ട് കേട്ടോ. ഇത് ആരുടെ ഭക്ഷണമാണെന്ന് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ട്. അടുത്ത ദിവസം രാവിലെ ഞാൻ എണീറ്റു. ഇന്ന് നോമ്പ് പിടിച്ചില്ല കേട്ടോ, കാരണം ഇന്ന് വൈകിട്ട് ചെയ്യണിയുണ്ട്. എനിക്ക് വേണ്ടി രാവിലെ ഇവിടെ ചായ കണ്ടായിരുന്നു. ഹലോ, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ നമ്മുടെ ചായ. Yeah, night was good. Okay, I was super tired, so I slept. that's nice. ഇവിടെ ആൾക്കാരെല്ലാം പീജിയൻ ഇംഗ്ലീഷ് ആണ്. യു സ്പീക്ക് പീജിയൻ ഇംഗ്ലീഷ്, റൈറ്റ്? Yeah, once in a while Yeah. we do that. പീജിയൻ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതായത് ബ്രോക്കൺ ഇംഗ്ലീഷ് ആണ് കേട്ടോ. അതായത് ഇവരിങ്ങനെ ഇങ്ങനെ തിരിച്ചൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇവരുടെ പീജിയൻ ഇംഗ്ലീഷ്. അതിന് ഞാൻ ചായ കുടിക്കുക. ഡേറ്റ് പൗഡറാണ് കേട്ടോ അത്. ഇവർ ഷുഗറിന് പകരം ഡേറ്റ്, അതായത് നമ്മുടെ ഇതിൻ്റെ പൗഡറാണ് അതിൽ സ്വീറ്റായിട്ട് ഇട്ടേക്കുന്നത്. കൊള്ളാമല്ലോ സംഭവം. അടുത്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭക്ഷണം വന്നു. ഒരു 21 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവിടെ എല്ലാ വീടുകളിലും ഇങ്ങനെ ജോലിക്കാരുണ്ട്. അതാണ്ട് അടിപൊളി പാസ്ത, നമ്മുടെ മുട്ടക്കറി. അടുത്ത ഇത് കണ്ടില്ലേ, ഓന്ത് ലിസാഡ്. എൻ്റെ അമ്മ എന്ത് വലിപ്പമുണ്ട്. കിളിയെ പിടിക്കാൻ വേണ്ടി പോകുന്നതാണ് സംഭവം പുള്ളി. ഞാൻ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവരുടെ ട്രഡീഷണൽ അട്ടയർ ഒക്കെ. ഹായ് ബ്രോ, ഹൗ യു? Fine, thank you. ഇതാണ് ഹംസ, പുള്ളിക്കാരൻ ഇവരുടെ സഹോദരനോ കസിനാണ് കേട്ടോ. അപ്പം ഞാൻ ട്രഡീഷണൽ അറ്റയർ ഇട്ടിട്ട് ഇതിൽ ഇവർ ക്യാപ്പും കൂടെ വെക്കും കേട്ടോ. സാധാരണ ഇവരുടെ ക്യാപ്പും കൂടെ വെക്കുന്ന പരിപാടിയുണ്ട്. പക്ഷെ ഞാൻ ക്യാപ്പ് വെച്ചില്ല. നൈജീരിയൻ ഒരു ക്യാപ്പ് ഉണ്ട്. അത് നമ്മൾ വിചാരിക്കും മുസ്ലിങ്ങൾ മാത്രമാണ് വെക്കുന്നത്. മുസ്ലിങ്ങൾ മാത്രമല്ല, We'll get to that place. ഓക്കെ. അതായത് നമ്മുടെ ക്രിസ്ത്യാനികളും എല്ലാവരും ഇവിടെ വയ്ക്കും കേട്ടോ. ഇവിടെ പല ആൾക്കാർ, ഇവിടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് പോലും മനസ്സിലാവുക. ഒരു കറുത്ത നല്ല രസമുള്ള ഒരു BMW. നമ്മൾ അവരുടെ വണ്ടിയിൽ പുറത്തോട്ട് പോവാണ്. ഈ കാണുന്നതാണ് വീട്, ഞാൻ കാണിച്ചു തന്നല്ലോ. അമ്മ, എനിക്ക് തവയുടെ അമ്മ. ഓക്കെ, ഒരു ക്യാപ്പ് കൊണ്ടുവന്നു. അതാണ്ടേ ചോദിച്ചോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഓ, എങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. വലിയ വീടുകൾക്ക് തൊട്ടപ്പുറത്തായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു വീടുകളാണ് കേട്ടോ. ഉണ്ടോ, ചെറിയ ചെറിയ കുഞ്ഞു വീടുകൾ. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വലിയ വലിയ വീടുകൾ. അതായത് ഇവിടുത്തെ 2 ക്ലാസ് കറക്റ്റ് കാണാൻ സാധിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇവിടെ ആളുകൾ ഒരു ടെന്റിൽ കിടക്കുന്നു, അവിടെ ആളുകൾ ലക്ഷറി ആയിട്ടുള്ള വീടുകളിൽ കിടക്കുന്നു. ആളുകൾക്ക് വീടില്ല, പക്ഷെ പള്ളികൾ കണ്ടില്ലേ, വലിയ വലിയ പള്ളികളാണ് കേട്ടോ. അതേസമയം തൊട്ടടുത്തായിട്ട് സ്ലം പോലെയാണ് ആളുകൾ താമസിക്കുന്നത്. എന്തോ നാഷണൽ പാർക്ക് സർവീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, എന്തോ ഒരു നാഷണൽ പാർക്കിലോട്ടാണല്ലോ വന്നത്. ഇവിടെ എന്താ, എനിക്കൊന്ന് അബൂജയിലെ നാഷണൽ പാർക്കാണ്. മറോ ഹെഡ്ക്വാർട്ടേഴ്സ് അബൂജ നാഷണൽ പാർക്ക് സർവീസ്. ഇവിടെ നല്ല അടിപൊളി
പാരറ്റ് അല്ലല്ലോ, സോറി. അയ്യോ, മയിൽ. രസമുണ്ട് കേട്ടോ. മയിൽ നോക്കി, എൻ്റെ അമ്മ, മയിൽപീലി. അടിപൊളി കേട്ടോ, വേറെ ലെവല്. എന്ത് ഭംഗി. ഇപ്പൊ എനിക്ക് പാട്ട് പാടാൻ തോന്നുന്നു. എന്ത് ഭംഗി നിന്നെ കാണാൻ. എൻ്റെ അമ്മ, പൊളി കേട്ടോ. ഒന്ന് വിരിഞ്ഞേരോ. പേടിച്ചോള് കാണാം കേട്ടോ. അത് മയിലുണ്ട്, ഫുള്ള് മയിലാണ്. എന്ത് രസമല്ലേ ഇത്, ആ കളറും. ഇവിടെ നാഷണൽ പാർക്കിൽ പോകാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ എടുക്കണം കേട്ടോ, ടിക്കറ്റ് എടുക്കണം. അതിനുള്ളിൽ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. No, one is okay now. ഇതിലെ ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, പേ, അവോയ്ഡ് കറപ്ഷൻ, സേ നോ ടു കറപ്ഷൻ. കഴിഞ്ഞ ദിവസം ഒരു കോമഡി ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇവരുടെ പാർലമെന്റിലോട്ട് കയറിപ്പോയില്ലേ, നമ്മുടെ ഇവിടെ സെനറ്റിന്റെ ബിൽഡിങ്ങിൽ പോയില്ലേ, നാഷണൽ അസംബ്ലി. അവിടെ എഴുതിയിരിക്കുകയാണ് കറപ്ഷൻ ഫ്രീ കൺട്രി. ഇവിടെ കറപ്ഷൻ ഇല്ലാത്ത രാജ്യമാണെന്ന് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ചിരിയും വന്നു. കറപ്ഷൻ ഇല്ലാത്ത കൺട്രി നൈജീരിയയോ. ഇതൊരിക്കലും എഴുതി തീർന്നില്ലല്ലോ ഫോം. കാണുന്നത് നമ്മുടെ ആനയുടെ തലയോട്ടിയാണ് കേട്ടോ, ആനയുടെ തലയോട്ടി. പിന്നെ ഇത് നമ്മുടെ ഓസ്ട്രിച്ചിൻ്റെ മുട്ട. നമ്മുടെ 30 സാധാ കോഴിമുട്ടയുടെ വലിപ്പമുണ്ട് ഒരു ഓസ്ട്രിച്ചിൻ്റെ മുട്ട. ആനയുടെ തലയോട്ടി കണ്ടില്ലേ. 60-70 വയസ്സുള്ള എന്തോ ഒരു ആനയാണ്. പിന്നെ ആ കാണുന്നത് ദിസ് ഈസ് elephant head? Yeah, baby elephant, the small elephant. Oh, okay. This is called the small elephant. You can see that one is bigger than this. Bigger, one. And this is the earlobe. The earlobe of the elephant. Okay, yeah. The earlobe. ഇത് ആനയുടെ ചെവിയുടെ ഭാഗമാണ്. ആനയുടെ വാലാണ് കേട്ടോ ഈ കാണുന്നത്. മറ്റേ ഈ കമ്പി പോലെ ഉണ്ട് കേട്ടോ, ഇരുമ്പ് പോലെ ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ ചെറിയ എലിഫന്റിൻ്റെത്. ബിഗ് എലിഫന്റ്. ഓക്കെ, ഇത് അഡൽട്ട് ആയിട്ടുള്ള ഒരു എലിഫന്റിന്റെ സ്കിന്നാണ്. ഇത് ചെറിയ ഒരു ഇതിന്റെ ഇതാണ്. നല്ല കട്ടി കേട്ടോ, എൻ്റെ അമ്മോ. ഇതാണ് കേട്ടോ കാല്. This is the foot of an elephant. You can put your leg inside. കണ്ടേ, You can put your leg inside. ഞാൻ ഇതിൻ്റെ അകത്ത് കാല് കയറ്റുവാണ് കേട്ടോ. ആനയുടെ ഇതാണ് കേട്ടോ. Like an elephant. ഇവിടെ നമ്മുടെ ധാരാളം ആൻറ്റിലുകളാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ബഫലോയുടെ സ്കിന്നാണ്. പിന്നെ ബഫലോയുടെ തലയും ബഫലോയുടെ കാലും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് ഇത്രയും വലുപ്പം മാത്രം വരുന്ന ഒരു ചെറിയൊരു ജീവിയാണ്. പിന്നെ നമ്മുടെ ഗസലിലെ അതിൻ്റെ ഒരു ഇതാ ഫുള്ള് സ്കിന്നാണ്. ഇത് ആക്ച്വലി ഇതെല്ലാം എന്ന് പറയുമ്പോൾ ഇല്ലീഗലായിട്ട് ഈ കാട്ടിൽ പോയി വേട്ടയാടി വരുന്ന ആളുകൾ പിടിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സീസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇവർ ഇവിടെ കൊണ്ടുവന്ന്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആനിമൽ നമ്മുടെ ചീറ്റയുടെ ഇതൊക്കെയാണ്. അതുകൊണ്ട് വേറെ പലതരത്തിലുള്ള ആൻറ്റിലുകളാണ് ഇവിടെ. ഇതിന് പറയുന്നത് വാട്ടർ ബക്ക് എന്നാണ് കേട്ടോ. വാട്ടർ ബക്ക് എന്ന് പറയുമ്പോൾ കാരണം ഇത് വാട്ടർ പ്രൂഫാണ് ഇതിൻ്റെ സ്കിന്ന് വരുന്നത്. ഇവിടെ നമ്മുടെ പറവ നമ്മുടെ ചെറിയ ഓസ്ട്രിച്ചിൻ്റെ കാല്. ഇവിടെ മുതലാണല്ലോ. ഇത് അലിഗേറ്റർ ലിസേർഡ് ആണ്. അലിഗേറ്ററിനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ക്രോക്കോഡൈൽ. ഇത് ട്രാപ്പാണ് കേട്ടോ. അതായത് ഇല്ലീഗലായിട്ട് ഹണ്ട് ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന അതിൻ്റെ ട്രാപ്പുകളാണ്. അതിനെ അവർ സീസ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. This is from the illegal people? Illegal. You seize this? Yes. We seize it from those illegal poachers, that is illegal hunters. These are the traps they use in catching the animals. So whenever we seize the traps, we seize the 10 guns and also the arrows. Then we send them to the prison. ഹണിയെ പിടിക്കാൻ വേണ്ടിയുള്ള ജാക്കറ്റാ. എന്താണ്ടേ, ഹണി ജാക്കറ്റ്. ആമ. അവിടെ അവര് ലൈഫ് സ്പാന് പറഞ്ഞുകൊണ്ട് എടുത്തിരിക്കുകയാണ്. അതായത് ഈ വള്ളികളാണ് കേട്ടോ ഇതിന്റെ ലൈഫ് സ്പാൻ അളക്കുന്നത്. അണ്ടേ ഇങ്ങനെ 1, 2, 3, 4 അങ്ങനെ എണ്ണ. അത് നമ്മുടെ ഒരു പെൺ ടോട്ടലാണ്. കണ്ടപ്പോ ഞാൻ പേടിച്ചു കേട്ടോ പെട്ടെന്ന്. റോയൽ പൈത്തൺ കണ്ടില്ലേ? റോക്ക് പൈത്തൺ ഇങ്ങനെ അടക്കും. അത് റോയൽ പൈത്തൺ ഇങ്ങനെ അയക്കും. അതിങ്ങനെ കറങ്ങൂല, അതിങ്ങനെ കറങ്ങും. കാലൊക്കെ കൊണ്ടാണ് ഇങ്ങനെ തട്ടിയൊക്കെയാണ് കേട്ടോ എറിയുന്നത് ഇതിന്റെ ഭാഗങ്ങള്. ഇതെന്താ ബുള്ളറ്റ്? What is this? And some people have those fetish diabolic things they believe on.
ഹണ്ടറിന്റെ ഇതാണ്. Yes, it's poisonous to the animal. So when they പോയിസണസ് use ആയിട്ടുള്ള ഒരു അമ്പാണ്. Is it? No, I was Okay. When they use the arrows to the animal, immediately the animal will die. And if the poison is just for the this thing to make the lion to sleep for some time, it will also do so. Then they will pick the animal and run. കാണുന്നത് ഹണ്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സാണ്. ഇവര് വിശ്വസിക്കുന്നത് ഈ ഡ്രസ്സ് ഇട്ടാല് പുലി വരുമ്പോൾ അല്ല സിംഹം വരുമ്പോൾ ഇവർ ഇൻവിസിബിൾ ആവുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അവരുടെ ഒരു ട്രഡീഷണൽ വിശ്വാസമൊക്കെയാണ് കേട്ടോ. അതിന്റെ പേരിലുള്ള ഒരു ഇതാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഈ പാമ്പ് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. ഹണ്ടേഴ്സിന്റെ അമ്പും ബില്ലും പിന്നെ നമ്മുടെ മാന് പോലത്തെ ആന്റിലോപ്പിന്റെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ എന്താ ഇവിടെ സംഭവം? ഇവിടെ നമ്മളെന്തോ എഴുതി കൊടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട്. ഇവിടെ പിന്നെ കുറേ ബട്ടർഫ്ലൈ ഒക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ബട്ടർഫ്ലൈ പിന്നെ ഇതൊക്കെ എന്താണെന്തോ കേട്ടോ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ പുറത്തോട്ട് വേറെന്തോ കാണാൻ വേണ്ടി പോവാണ്. സോറി, പീജൻ. ഒരു അനിമൽ ഓർഫണേജിലോട്ടാണ് വന്നത്. അനിമൽ ഓർഫണേജ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഇവിടെ നൈജീരിയയിൽ ഒരു സംഭവമുണ്ട്. ചില ആളുകൾക്കെന്ന് പറയാം അവർക്ക് പണ്ട് മുതലേ ഈ ചില അനിമൽസ് അവരുടെ വീട്ടിലുണ്ട്. പിന്നീട് അവർക്ക് നോക്കാനൊന്നും പറ്റാത്ത സമയത്ത് അവർ ഈ ഓർഫണേജിൽ കൊണ്ടുവരും. അല്ലെങ്കിൽ കാട്ടിൽ നിന്നൊക്കെ അണ്ടർമാർ പിടിക്കുമ്പോൾ ചിലപ്പോൾ വല്ല വൈകല്യമൊക്കെ വരില്ലേ, അവരെയൊക്കെ ഈ ഓർഫണേജിൽ കൊണ്ടിടും. അതാണ്ടേ നമ്മുടെ ആൺമയില്, അവിടെ കുരങ്ങന്മാര് കേട്ടോ. നമ്മുടെ ഒരു ബേബി ഓസ്ട്രിച്ചാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു മാവും ആഫ്രിക്കയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രേ പാരറ്റ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഉണ്ടല്ലേ കേട്ടോ. കൂട്ടിലിട്ട് എന്തോ പോലെ കേട്ടോ. കണ്ടപ്പോൾ തന്നെ വിഷമം തോന്നുന്നു. കുരങ്ങന്മാരെയൊക്കെ കൂട്ടിയിടണം കേട്ടോ, അല്ലെങ്കിൽ ഇവന്മാര് ഭയങ്കര പ്രശ്നമാണ്. ഇവനെയൊക്കെ കൂട്ടിയിടണം കേട്ടോ. അവന്റെ മുട കണ്ടില്ലേ? ഒലിവ് ബാബൂൻ. ബാബു ബാബു Give him, he will collect. Tell me thank you. Tell me thank you. Give him that banana, you thank you. ഓടുന്നുണ്ടോ അവൻ? Where that? ഇങ്ങനെ ചെയ്യുന്ന He's jumping already. He's dancing for you. ഡാൻസ് He's dancing because he has seen something to eat now. അവൻ ഡാൻസ് ചെയ്യുന്ന കണ്ടില്ലേ? സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ് കേട്ടോ. എന്തോ കിട്ടിയതിന്റെ ഇതില്. എന്ത് സന്തോഷം. Nothing is inside. ഡാൻസ് ഡാൻസ്. ഹലോ ഡാൻസ് ഡാൻസ്. അവന്റെ പുറകിൽ എന്തോ പറയും. ഡാൻസ് ഡാൻസ് ഡാൻസ്. Eat mango. Yes. ഡാൻസ്. How can I give you the mango? ഡാൻസ് കളിക്കുന്നുണ്ടോ ബാബു? Look at your hand. Very sharp finger. Take now. അവൻ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. സോറിടാ, സോറി. ഓ വീണ്ടും കിട്ടിയില്ല. ഫൈനലി കേട്ടോ. ഓടിക്കളിക്കുന്നുണ്ടല്ലേ. ഇത് കഴിക്കുന്നുണ്ടോ? കഴിച്ചോ. Wow, the mango is even ripe. വാ പാവം കേട്ടോ. കണ്ടിട്ട് പാവം തോന്നുന്നു കേട്ടോ. ഇപ്പൊ അവനെ കൂട്ടിന്ന് വെളിയിൽ നിന്നിടാൻ തോന്നുന്നു. What are you saying? Just see what I say. ഡാൻസ് ബാബു. ഡാൻസ് കളി ബാബു. ഡാൻസ് പ്ലീസ്. ഡാൻസ്. You have seen food now. You won't dance until before this. കഴിച്ചിട്ടേ അവൻ ഡാൻസ് കളിക്കുള്ളൂ. ബൈ. അത് നോക്കുന്നില്ല കേട്ടോ. ബൈ പാവം. ഇനി ഇതോ അടുത്ത ഒരുത്ത എന്താ ഒരു കുരങ്ങ് നിൽക്കുന്നുണ്ടല്ലേ? It's not the same species. This is a tantalus monkey. These ones are different species. ഇവന്മാരെ കണ്ടിട്ട് ഫ്രണ്ട്ലി അല്ലാന്ന് തോന്നുന്നു. ഇവന്മാര് പുറത്തൊക്കെ വരും കേട്ടോ. Giving me a last 2 months. അറ്റാക്ക് ചെയ്യോ? What is this? Okay. എന്താ സിൽവർ പ്രിസണോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇതാണ് Silver peasant. പിസാൻ. അത് പെണ്ണാണ്. You can see how the ആണ് വെള്ളയും. male is beautiful than the female. And this is a tortoise. ഇവിടെ എന്താ പട്ടിയാണോ? Shut up! Go this side. പട്ടിയാണ് കേട്ടോ. ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന പട്ടിയാ. Whenever those illegal hunters are in the forest and we can't really get them, the dog helps us. Because you know they sniff them out. And we'll just go and arrest them. ഇവരെ ഹണ്ട് ചെയ്യാൻ പോകുമ്പോ ഹെൽപ്പ് ചെയ്യുന്ന പട്ടിയാണ്. For hunting. നൈജീരിയയിൽ ഏകദേശം 10-17 നാഷണൽ പാർക്കുകളുണ്ട്. അതിന്റെ വണ്ടിയൊക്കെയാണ് കേട്ടോ. Close the door. I don't want them to go out. മിനി പാർക്കിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറെ അനിമൽസ് ഉണ്ടല്ലോ. I told you about the water bug. This is ഇതാണ് കേട്ടോ നമ്മുടെ വാട്ടർ ബക്ക്. ഫീമെയിൽ വാട്ടർ ബക്ക്.
പിന്നെ അതുകൊണ്ട് അവിടെ മാനിന്റെ ആന്റിലൂടെ വേറെ ടൈപ്പുകൾ ഞാൻ പേടിപ്പിക്കുകയാണ് കേട്ടോ, പാമ്പെന്ന് പറഞ്ഞ്. ഞാൻ ഓൾറെഡി കയറിയിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു പാമ്പുണ്ടെങ്കിൽ ഞാൻ വരൂല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു കൂട്ടിന്റെ അകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. കണ്ടില്ലേ, It's friendly, but sometimes they attack. ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും, ചിലപ്പോൾ ഫ്രണ്ട്ലി. Don't hit me. Don't hit me. ഇതൊക്കെ നടന്ന് കാണുന്നുണ്ട്. അത് ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ. ഇവിടെ സഞ്ചാരികളൊന്നും അങ്ങനെ വരാറില്ല. വിദേശികൾ ആരും തന്നെ ഈ ഒരു മാസത്തിൽ തന്നെ വന്നിട്ടില്ല. പിന്നെ നൈജീരിയൻസ് ഇന്നലെ 2 പേര് വന്ന ലിസ്റ്റിൽ പേരിടുന്നു. പിന്നെ ഒരു 3-4 ദിവസം മുമ്പ് ഇവിടെയും കുരങ്ങന്മാരൊക്കെയാണ്. അയ്യോ പാവം കേട്ടോ, Come here. എന്നെ ഇതിലൊക്കെ ഇട്ടേക്കണം. ഹലോ, Monica. ഇവിടെയും കുരങ്ങൻ. അവിടെ വോക്സോ Stand up. ഊളനാണോ? It's called a fox. ഫോക്സ് ആണ് കേട്ടോ. It bites. Fox. It's very annoying. This is a drill monkey. ഡ്രിൽ മങ്കി. Yes, she's a female. She's very aggressive. അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ മങ്കിയാണ്. She's very aggressive. ഹലോ, Drill. I want her to stand up. Look at this. വെറുതെ സ്കിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ വേറെ കുറച്ച് മങ്കി അവിടെ നിന്നുണ്ടേ. Come, I want you to see something. റണ്ടാലൂസ് മങ്കി, അവിടെ പുട്ടിയോസ് മങ്കി On her back. കണ്ടില്ലേ. ഓ അവന്റെ Gestation ചന്തിയിലൊക്കെ. period. വാട്ട് ഈസ് She's on ദാറ്റ്? her period. ഓ പീരീഡ്. Yes, she's on her gestation അത് period. പീരീഡ്സ് ആയതുകൊണ്ടാണ് That's കേട്ടോ. why you see the thing red. Whenever she's done, it will just go down. ഇഫ് ദർ ഇസ് നോ പീരീഡ് ഇറ്റ് വിൽ ഗോ ഔട്ട്. Yes, it will go down. The swell will stop. പീരീഡ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. പീരീഡ്സ് ഇല്ലെങ്കിൽ അത് മുകളിലോട്ട് പോകും. കണ്ടില്ലേ. Did you give me to bring it for you? That is very aggressive. കറുത്ത മങ്കി, This is a potty nose monkey. പൊട്ടിനോസ് മങ്കി. Yes, it's a different species of a monkey. It's really hard to find it here in Africa. Like you see how the tail is so long and hairy. You see the beauty on his face. You see the കണ്ടില്ലേ, spot on his nose. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ഭംഗിയുള്ള. I wish this place they would have collected his forces. Especially that one. കാണാൻ പറ്റുന്നില്ല. ഇല്ല, അതിന്റെ വാല് കണ്ടില്ലേ, വാല് ഇതാ നല്ല നീളമാണ് കേട്ടോ. കേട്ടോ നമ്മുടെ മുള്ളംപന്നി. Don't come out. മുള്ളംപന്നി ഇത് ഓടക്കുവാ. This porcupine, they just like the cat. ഇങ്ങനെ They see ഓടിച്ചു more നടക്കുവാ at night. ആണ് കേട്ടോ അവരുടെ മുള്ള്. In the wild, whenever they sense danger, they open up their pines, and whenever any animals wants to attack them, when they open it, they will roll their head inside. Then the pines will just. ഓ അവര് And their pines- അറ്റാക്ക് വരുമ്പോ മാത്രമേ pines ചെയ്യുള്ളൂ. are very poisonous to animals. ഇത് പോയിസണസ് ആണ് കേട്ടോ മറ്റുള്ള ആനിമൽസിന്. Shoot it and അത് രാത്രിയാണ് കേട്ടോ. ഇതിനങ്ങനെ കാഴ്ച കൂടുതൽ നല്ല കിട്ടുന്നത് രാത്രി. അപ്പൊ രാത്രിയെ പുറത്തോട്ട് വരുള്ളൂ. shoot it to that particular. ഒരു ചെറിയൊരു ക്രോക്കഡൈലാണ് കേട്ടോ. കേട്ടോ നമ്മുടെ പാമ്പിനെ ജനലിലിട്ട് കൂട്ടിയിട്ടേക്കാണ്. ഞാൻ തൽക്കാലം പോകുന്നില്ല, അവര് പോയി നോക്കട്ടെ. സഫാരി എന്ന് പറഞ്ഞ് ഇനി നമ്മളെ ഒന്ന് ചെറുത് ഒരു മരത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടപ്പിക്കുവാണ്. നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കാണാൻ കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് ഭാഗം മാത്രമേ ഇങ്ങനെ ഉള്ളൂ. How are you guys feeling? It's good? Fine. Are you here for the first time? No. How you coming here? But you are here for the first time, right? എന്ത് ഒരു ഇതെന്ന് പറഞ്ഞാൽ, അതായത് ഇവര് 10-26 വയസ്സുണ്ട്. പക്ഷേ ഇതുവരെ കേട്ടോ ലാഗോസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടില്ല കേട്ടോ. എൻ്റെ സുഹൃത്ത് തവയാണെങ്കിലും ലാഗോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിതത്തിൽ ഒരിക്കലും പോലും പോയിട്ടില്ല. എന്നിട്ട് പുള്ളി മാങ്ങ പറിക്കുകയാണ്. പുള്ളിക്കാരി പറയാണ് ഡോണ്ട് ഫിനിഷ് അവർ മാംഗോ എന്ന്. കൂട്ടിൽ ഇരിക്കുന്നുണ്ടോ പുള്ളിക്കാരൻ ഭയങ്കര ധൃതിയോട് എല്ലാം പറിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം, അയ്യോ എനിക്ക് നോമ്പാണ് മറന്നുപോയി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് തരുവാ. അവിടുത്തെ മാങ്ങയൊക്കെ കഴിച്ച് ഇവിടുത്തെ ഒരു മോളിലോട്ട് വന്നതാണ്. കുറച്ച് AC കൊള്ളാനായിട്ട് വന്നതാണ് കേട്ടോ. പുള്ളിക്ക് ലൈസൻസ് ഒന്നും ഇല്ല കേട്ടോ. ലൈസൻസ് ഒന്നും ഇല്ലാതെയാണ് വണ്ടി ഓടിക്കുന്നത്. എന്നെ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ പോലീസ് പിടിച്ചായിരുന്നു. കാണുന്നതാണ് കോമഡിയാണ് കേട്ടോ. ഈ സെക്യൂരിറ്റിക്കാരൊക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെ കണ്ടാൽ തന്നെ ഇരുന്നും 4-5 സല്യൂട്ടൊക്കെ തരും കേട്ടോ. എന്നിട്ട് പൈസക്ക് വേണ്ടിയാണ്. നമ്മളൊന്നും ചോദിക്കുള്ളൂ. ചിലപ്പോൾ നമ്മളെ അടുത്ത് വെറുതെ ഇങ്ങനെ താങ്ക് യു പറഞ്ഞിട്ട് എന്നിട്ട് പറയും ബോസ് എനിക്ക് പൈസ തരാമെന്നോ. ഇപ്പൊ ഒരാൾ വന്നിട്ട് എവരിവൺ ആസ്ക് മണി റൈറ്റ് ഹിയർ. എല്ലാം പൈസയാണ് കേട്ടോ. ഇൻ ഇന്ത്യ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് റൈറ്റ്. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇവർക്കെല്ലാം പറയും ഇവിടെ Sometimes they don't even accept. സോറി
Sometimes they won't accept. മണി Yeah. ഇൻ ഇന്ത്യ ഈവൻ ഇഫ് യു ഗീവ്. ചിലപ്പോ അവൻ പറയുന്നത് ഇന്ത്യയിൽ നിങ്ങൾ പൈസ ചിലപ്പോ കൊടുത്താൽ പോലും അവർ അക്സെപ്റ്റ് ചെയ്യില്ലെന്നാണ് കേട്ടോ സെക്യൂരിറ്റിക്കാര്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോ പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും കണ്ടില്ല, ചിലപ്പോ ഒന്ന് ഇങ്ങനെ നടന്നു പോകണം. അവരുടെ മുഖത്ത് നോക്കി അവരുടനെ കാണിക്കുന്നത് ബോസ് ഗീവ് മീ മണി എന്നായിരിക്കും കേട്ടോ അവര് പറയുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇവിടെ നമസ്കരിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ പെട്രോൾ പമ്പ് ഫുള്ള് ആളുകളാണ്. പെട്രോൾ പമ്പിന്റെ അടിയിൽ ഫുള്ള് ആളുകൾ നമസ്കരിക്കാനിരിക്കുന്ന കാഴ്ചയാണ്. എല്ലായിടത്തും കാറുകളും എല്ലാം ഒതുക്കിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. പെട്രോൾ പമ്പ് ഫുള്ള് ആളായിട്ടുണ്ട് നമസ്കരിക്കാനായിട്ട്. അങ്ങനെ എൻ്റെ ഈ പെരുന്നാളിലെ ഇതാണ് അവസാനത്തെ നോമ്പല്ലേ, സോറി അവസാനത്തെ വെള്ളിയാഴ്ച അല്ലേ, അല്ല ഇനി ഒരു വെള്ളിയാഴ്ച കൂടെ ഉണ്ട്. നമ്മള് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബ്രോ യു ഡ്രൈവിംഗ് സോ ഇത് റോങ് കയറി പോകുന്നുണ്ടോ? അതും ഇങ്ങനത്തെ വഴിയിലൂടെയൊക്കെയാണ് കേട്ടോ റോങ് കയറി പോകുന്നത്. അവിടെ ഏതെങ്കിലും വണ്ടി വന്നതോ? എന്റെ പള്ളി, റോങ് കയറി പോകുന്നുണ്ടോ? ഏതെങ്കിലും വളവിൽ കൂടെ പറന്നു വന്ന അവന്മാര് നമ്മളെ ഇടിച്ചിടും കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പോയത്. എനിക്ക് പേടിച്ചാണ് ഞാൻ ഫ്രണ്ടിൽ ഇരുന്നത്. Shortcut, you see? ഷോർട്ട് കട്ട് അടുത്ത പുള്ളി കണ്ടില്ലേ? എല്ലാരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതോ ഹലോ ഹലോ Please, I need you to help. അവ ജോലിക്ക് പോയിട്ട് വന്നു. ഞാൻ എൻ്റെ ഇതെല്ലാം പാക്ക് ചെയ്തു. ഞാൻ ഡ്രസ്സ് മാറ്റി. ഞാനിനി യാത്ര ചെയ്യുകയാണ്. ഞാനിനി അടുത്ത ബസ് എടുത്ത് ഒരു 15 മണിക്കൂർ കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് ബസ് എടുത്ത് നാളെ രാവിലെ ലാഗോസ് എത്തും. പിന്നെ നാളെ വൈകിട്ട് ഞാൻ ആഫ്രിക്ക വിടുകയാണ്. നമ്മള് വീട്ടിലെ വിട പറഞ്ഞ് അവിടെ പോവാണ്. ഞാൻ ബസ് എടുക്കാൻ വേണ്ടി പോകുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ ബസ് അവിടെ എടുക്കുന്നുണ്ട്. ആ കാണുന്ന ബസ്സിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്നിരിക്കുകയാണ്. ഇവിടെ കാല് വൃത്തിയാക്കാൻ വേണ്ടി ആളുകൾ വന്ന് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ ഭയങ്കര കോമൺ ആണ്. എന്തൊക്കെ ചെയ്യുമെന്ന് നോക്കട്ടെ. കൊള്ളാലോ പുള്ളി, നല്ലപോലെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ കാലിലും ഒരു സാധനമാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. എൻ്റെ കാല് അടിപൊളിയാണ് കേട്ടോ. അതോ എന്ത് രസമുണ്ടല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. എൻ്റെ ഈ കാലിൽ നിന്ന് ഈ നഖത്തിൽ നിന്ന് അപ്പുറത്തെ നഖം കാലങ്ങനെ വൃത്തിയായി. ഇതാ സ്ത്രീകളുടെ ഇതുപോലെ കേട്ടോ. ഞാൻ ബസ് കയറാൻ വേണ്ടി പോവാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബസ്. ഓ താങ്ക് യു. ഇവിടെ എന്താ ഒരു സാധനം ഉണ്ടല്ലോ, മന്ദാസിയും സംഭവം. നല്ല ലക്ഷറീസ് ആയിട്ടുള്ള വണ്ടിയാണല്ലോ. നല്ല അടിപൊളി വണ്ടി. നമ്മുടെ മുട്ടയും അതിൻ്റെ പുറത്ത് മാവും അതാണ് കേട്ടോ കിട്ടിയതും. ബൈ, ടേക്ക് കെയർ ബ്രോ. ബൈ, ഓക്കെ, ടേക്ക് കെയർ. അയ്യോ, എൻ്റെ ബസ്സിൽ ഞാൻ കയറിയില്ല. ഞാൻ വണ്ടി കയറി. നമുക്കിവിടെ കാല് വയ്ക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. കൊള്ളാം കേട്ടോ. ചാർജ് വയ്ക്കാനുള്ള ഇത് വേണ്ടേ, നല്ല വലിയ ഇത്, നല്ല രസമുണ്ട് കേട്ടോ. ബസ് പുതിയ ബസ്സാണ്. കുറേ ആൾക്കാരുണ്ട്. Father, receive all the glory in the name of Jesus. We call upon your name. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഒരു പാസ്റ്റർ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. പ്രാർത്ഥനയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ആരെങ്കിലും റെപ്രസെന്റേറ്റീവ് വരും. പിന്നെ പ്രാർത്ഥന തുടങ്ങും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയിൽ പ്രൊമോഷനായിട്ട് കുറെ സാധനങ്ങളായിട്ട് കുറെ ആൾക്കാർ വരും. എന്നിട്ട് ആളുകളെ കയ്യിലെടുത്ത് കുറേ പ്രസംഗം 2, 3, 4, 5 മണിക്കൂർ ഇങ്ങനെ തുടരെ പ്രസംഗം നടത്തിയിട്ട് വല്ല ബാമ, ഓയിൽമെന്റ്, പെർഫ്യൂം എന്തെങ്കിലുമൊക്കെ വിൽക്കും. നമ്മുടെ ബസ് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഈ കാണുന്നതാണ് നമ്മുടെ നൈജർ നദി. അതായത് ഞാൻ 3 ദിവസം മാലിയിലൂടെ റിസ്ക് എടുത്ത് പോയ യാത്രയില്ലേ, അത് ഈ കാണുന്ന റിവറിലൂടെയാണ്. നൈജീരിയയിലൂടെയും നമ്മുടെ നൈജർ റിവർ ഒഴുകുന്നുണ്ട്. ബസ് അവിടെ നിർത്തിയിരിക്കുവാണ്. നമ്മളൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഇവിടെ ഭക്ഷണവും എല്ലാം കിട്ടുന്ന കടകളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് രാത്രി. Sorry, when you go just talk, man, everybody calm down. He said 10 minutes is too small. We are touching mouth. Finally,
ഒരു 15 മണിക്കൂർ കഴിഞ്ഞ ബസ് ജേണി അങ്ങനെ നമ്മുടെ ലാഗോസിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നടന്ന് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇവിടെ മഴ പെയ്തു തോന്നുന്നു. ഇവിടെ രാവിലെ അടിയാണ് കേട്ടോ റോഡിൽ എല്ലാവരും. പിന്നെ ഇവർ സാധാരണ സംസാരിക്കുന്നത് തന്നെ നമുക്കൊരു അടി പോലെയാണ് നമുക്ക് തോന്നുന്നത്. എൻ്റെ നൈജീരിയ ട്രിപ്പ് ഇവിടെ അവസാനിക്കുവാണ്. ഞാൻ ഇപ്പോൾ ഭയങ്കര സന്തോഷവാനാണ് കേട്ടോ. കാരണം ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏഷ്യയിലോട്ടാണ് പോകുന്നത്. അപ്പം തന്നെ ഞാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഞാൻ വരുവാണ്, പക്ഷേ നിങ്ങളെയൊന്നും മീറ്റ് ചെയ്യാൻ സമയമില്ല. കാരണം വേറെ കുറച്ച് ഫ്രണ്ട്സിനെ ഇപ്രാവശ്യം മീറ്റ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ആ സ്ഥലത്ത് പോയപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തു, കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തില്ല. അപ്പോൾ അവരെയൊക്കെ ഇപ്രാവശ്യം മീറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്ന കാര്യം ഇതേ ഉള്ളൂ, നിനക്ക് എപ്പോൾ വേണോ വരാം, വീട്ടിൽ വരാം. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് പലയിടങ്ങളിലും എപ്പോൾ വേണോ കയറി ചെല്ലുന്ന കിടക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ലാഗോസിൽ വന്നപ്പോൾ ഞാൻ സ്റ്റേ ചെയ്ത ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ് കേട്ടോ. പുള്ളിക്കാരി രാവിലെ എനിക്ക് വേണ്ടി ഞാൻ 5 മണിയോട്ടെ എണീറ്റിരിക്കുകയാണ്. പുള്ളിക്കാരി അല്ലെങ്കിൽ എണീറ്റിരിക്കും. അപ്പോൾ 5 മണിയോട്ടെ എനിക്ക് വേണ്ടി എണീറ്റിരിക്കുകയാണ് കേട്ടോ. എനിക്കെപ്പം വേണോ കണ്ടില്ലേ, എനിക്കിനിപ്പോൾ പോയി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് എനിക്കിനിപ്പോൾ എയർപോർട്ടിൽ പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്ന് പോകാം. ഇവിടെ നിന്നാണ് ഷോട്ട്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ് കേട്ടോ. അങ്ങനെ ധാരാളം സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ കുറേ ബന്ധങ്ങളുള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. നൈജീരിയയിൽ എനിക്ക് കുറേ സുഹൃത്തുണ്ട് കേട്ടോ, പക്ഷെ അവരെന്നും മീറ്റ് ചെയ്തില്ല. അവളെ മാത്രമേ പോയി മീറ്റ് ചെയ്തോളൂ, നമ്മുടെ തവയ. വേറെ കുറേ സുഹൃത്തുക്കളുണ്ട്, കുറേ പയ്യന്മാരൊക്കെ നോർത്ത് ഭാഗത്തൊക്കെ ഉണ്ട്. പക്ഷേ തൽക്കാലം ഇപ്പോൾ സമയവും പരിധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നിനും പറ്റിയില്ല.